ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റോൾ ഓഫ് ടീച്ചർ ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ആദ്യമായിട്ട് എന്താണ് ജെൻഡർ പാരിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്? പാരിറ്റി എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഫെയർനെസ് അല്ലെങ്കിൽ ഇക്വാളിറ്റി എന്നാണ്. അപ്പോൾ ജെൻഡർ പാരിറ്റി എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുക, ഒരുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുക, ഒരുപോലെയുള്ള കൺസിഡറേഷൻ, ഒരുപോലെയുള്ള പേ എല്ലാം വിത്തൗട്ട് കൺസിഡറിങ് ദർ ജെൻഡർ ലഭിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ജെൻഡർ പാരിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ജെൻഡർ പാരിറ്റി മീൻസ് തിങ്സ് ലൈക്ക് ബോത്ത് ജെൻഡർ ഹാവിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, റിസീവിങ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഗെറ്റിംഗ് ഈക്വൽ പേ. ജെൻഡർ എന്നൊരു ഡിസ്ക്രിമിനേഷൻ വെക്കാതെ എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ അറ്റൻഷൻ, ഈക്വൽ കൺസിഡറേഷൻ എല്ലാം ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജെൻഡർ പാരിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ജെൻഡർ പാരിറ്റി കൊണ്ടും വരുന്നത്. ജെൻഡർ പാരിറ്റി മീൻസ് ഗെറ്റിംഗ് ദ സെയിം ട്രീറ്റ്മെൻറ്റ് വെദർ യു ആർ മെയിൽ ഓർ ഫീമെയിൽ. ഇറ്റ് മീൻസ് equal job opportunities with equal pay regardless of whether you are male or female. It means being treated the same under the law regardless of your gender. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചേഴ്സിന് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്. ടീച്ചേഴ്സിൻ്റെ റോളിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം നമുക്കറിയാം ഓരോ കുട്ടിയും ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലടക്കം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ അവരുടെ ടീച്ചേഴ്സിന് കഴിയും. നമുക്കറിയാം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയല്ല എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയല്ല എൻ്റെ ടീച്ചർ ചെയ്യാറുള്ളത്, അങ്ങനെയൊക്കെ കുട്ടികൾ പറയുന്നത് കേൾക്കാം. അതായത് ടീച്ചറുടെ ഓരോ ആക്ഷനിലും അല്ലെങ്കിൽ ഓരോ വേർഡ്സിലും അവർ ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ടീച്ചറായിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ വാക്കുകളിൽ, നമ്മളുടെ പ്രവൃത്തിയിൽ. കാരണം അതിനനുസരിച്ച് മാറാൻ പോകുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പോകുന്ന, അവരുടെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടി ടീച്ചർമാർ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ കുട്ടികളെ സ്വാധീനിക്കാനും അവരുടെ മനസ്സിനെ സ്വാധീനിക്കാനും ആ മനസ്സാണ് വളർന്നു വലുതാവുമ്പോഴും അവരുടെ ഉള്ളിലുണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചേഴ്സിന് ജെൻഡർ പാരിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പ്രൊവൈഡിങ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആസ് പെർ ദെയർ നീഡ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ജെൻഡർ ഓർ കാസ്റ്റ് ഓർ റിലീജിയൻ എക്സെട്ര. അതായത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അറിയാം, നമുക്ക് 2 റോയിൽ ആയിട്ടാണ് കുട്ടികളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ബോയ്സിന് വേറെ റോ, ഗേൾസിന് വേറെ റോ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും മിക്കവാറും സ്കൂളുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്, ഒരുവിധം സ്കൂളുകളിൽ നിന്ന് തന്നെ പറയാം. അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 2 റോ ആയിട്ട് ഇരുത്തുന്നതെന്ന്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2 റോ ആയിട്ട് ഇരുത്തുന്നത്? ടീച്ചേഴ്സിന് ചിലപ്പോൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അവിടെ നിന്ന് തന്നെ ആ കുട്ടിയുടെ മൈൻഡിൽ ഒരു സെപ്പറേഷൻ വരികയാണ്. ഞാൻ പെൺകുട്ടിയാണ്, അവൻ ആൺകുട്ടിയാണ്, അങ്ങനെ ഒരു സെപ്പറേഷൻ അവരുടെ മൈൻഡിൽ അപ്പോഴേ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും മിക്സ് ചെയ്തിരുത്തട്ടെ, അവരവരുടെ ഐഡിയാസും അവരുടെ ഡ്രീംസും എല്ലാം ഷെയർ ചെയ്യട്ടെ, അവരൊന്നിച്ച് മിങ്കിൾ ചെയ്തിട്ട് വളരട്ടെ. അപ്പം തന്നെ അവരുടെ മൈൻഡിൽ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഞങ്ങളെല്ലാവരും ഒരുപോലെയാണെന്നും ഉള്ളൊരു മൈൻഡ് വരും. ടീച്ചേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികളുടെ ആവശ്യത്തിന്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിസിക്കലി ചാലഞ്ചഡ് സ്റ്റുഡൻ്റ് ഉണ്ട്, ആ കുട്ടിക്ക് ഇപ്പോൾ ഫ്രണ്ടിലിരുന്നിട്ടാണ് കേൾക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുട്ടീനെ മുമ്പിലിരുത്തണം. അപ്പോഴൊന്നും നമ്മൾ ജെൻഡർ എന്നുള്ളൊരു ബേസ് കൊണ്ടുവരരുത്. ആ കുട്ടികളുടെ ആവശ്യത്തിനും അവരുടെ കംഫർട്ടിനും ആണ് ടീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, അറേഞ്ച്മെൻറ്റ് ഓഫ് നെയിംസ് ഇൻ ദി അറ്റൻഡൻസ് രജിസ്റ്റർ ആസ് ആൽഫബറ്റിക്കൽ ഓർഡർ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ.
അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു, ബോയ്സിന് ആദ്യം എഴുതും, പിന്നെ ഗേൾസിന് എഴുതും, അങ്ങനെയായിരുന്നു നെയിംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ശരി. എന്തിനാണ് അവിടെയും ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നത്? ഗേൾസ് ബോയ്സ് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട കാര്യമില്ല. എല്ലാവരും കുട്ടികളാണ്, എല്ലാവരും ആ ക്ലാസ്സിലെ കുട്ടികളാണ്, എല്ലാവരും ആ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെയും ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ആ ടീച്ചർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എൻഷുറിങ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ജെൻഡർ എന്ന ബേസ് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ബോയ്സ് ഗേൾസ് എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ അവരുടെ ടാലൻറ്റിനും അവരുടെ കഴിവുകൾക്കും അവരുടെ ഇൻട്രസ്റ്റുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഒരു ചാർട്ട് വരയ്ക്കണം എന്നുള്ളൊരു വർക്ക് ടീച്ചർ പറയുകയാണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ വർക്കുകൾ ഗേൾസിന് കൊടുക്കുക, എഴുതാനുള്ള വർക്കുകൾ ഗേൾസിന് കൊടുക്കുക. അതുപോലെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കേണ്ട കാര്യമോ അങ്ങനെ മാൻ പവർ ആവശ്യമുള്ളതോ അല്ലെങ്കിൽ ടെക്നിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ളതോ അങ്ങനത്തെയൊക്കെ ബോയ്സിന് കൊടുക്കുക. അങ്ങനത്തെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ ടാലൻറ്റിനും അവരുടെ ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. കുട്ടികളെ അവിടെയും ജെൻഡറിൻ്റെ ബേസിൽ ഡിഫറൻസ് കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ല. അതുപോലെ എൻഷുറിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ടീച്ചർ ഇപ്പോൾ കുറച്ച് ദിവസം ആദ്യത്തെ പിള്ളേർക്ക് മറ്റേ റോൾ നമ്പറിൻ്റെ ഓർഡറിലോ അങ്ങനെ ഏതെങ്കിലും ഓർഡറിൽ കൊടുക്കാം. അല്ലാതെ ബോയ്സിന് ഇന്ന വർക്ക് കൊടുക്കുക, ഗേൾസിന് ഇന്ന വർക്ക് കൊടുക്കുക, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ബോയ്സ് വെറുതെ ടൈം കളയാൻ വേണ്ടി ഡൗട്ട് ചോദിക്കുകയാണ്, അങ്ങനത്തെ ലെവലിലൊക്കെ വിട്ട് കളയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവർ ഡൗട്ട് ചോദിക്കട്ടെ, എല്ലാവരും ചോദിക്കട്ടെ. നമുക്കറിയാവുന്നതുപോലെ ടീച്ചേഴ്സ് ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ബയോളജി സബ്ജക്റ്റിലൊക്കെ ബോയ്സ് ഡൗട്ട് ചോദിക്കുന്നത് അത് ഒരു നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയും അത് ടീച്ചേഴ്സ് വിട്ടുകളയുകയും ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്, അവോയ്ഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻഷ്യേഷനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും എല്ലാത്തിനെക്കുറിച്ചും അറിയേണ്ട ആൾക്കാരാണ്. അപ്പോൾ ജെൻഡറൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ കുട്ടികളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. അവരെ ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ജെൻഡർ ഡിഫറൻഷ്യേഷൻ വെക്കാതെ തന്നെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. നെക്സ്റ്റ്, അസൈനിങ് റോൾസ് ടു ദ സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഡെസ്കും ബെഞ്ചും കൊണ്ടുപോയിടാൻ, അങ്ങനെ കുറച്ച് മാൻ പവർ കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ബോയ്സിനെ വിളിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഗെയിം നടക്കുന്ന ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യാൻ, അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോയ്സിനെ കൊണ്ട് ചെയ്യിക്കുക. അതുപോലെ വല്ല പുല്ല് പറിക്കുക അല്ലെങ്കിൽ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് മാൻ പവർ കുറവുള്ള കാര്യങ്ങൾ ഗേൾസിന് കൊടുക്കുന്നതും പലപ്പോഴും കാണാറുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. എല്ലാ കാര്യങ്ങളും അവർ മിങ്കിൾ ചെയ്ത് ചെയ്യട്ടെ. അപ്പോഴാണ് അവർക്ക് തന്നെ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ലേണിംഗ് മെറ്റീരിയൽസ് ഈക്വലി. ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ജെൻഡർ കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിൽ കൊടുക്കാം. നമുക്കറിയാം, ഈ ബോയ്സിൻ്റെ അടുത്ത് ലൈബ്രറി ബുക്സ് ഒന്നും കൊടുത്തു വിടാൻ പല ടീച്ചേഴ്സും റെഡി ആവില്ല. കാരണം അവർ തിരിച്ചു കൊണ്ടുവരില്ലേ, അവർക്ക് അവർ കെയർ ചെയ്യില്ലേ. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുക. എല്ലാവരെയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവരെയും ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ആ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഗെയിമിൻ്റെ കാര്യങ്ങളും പറയാം. നമ്മൾ കളിക്കുന്ന സമയത്ത് ഗേൾസിന് കൊടുക്കുന്ന എന്തൊക്കെയാണ്, അതേപോലെ ബോയ്സിന് കളിക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം.
അങ്ങനെ ആ ഒരു ഡിഫറൻഷിയേഷനൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ഫുട്ബോൾ ഗേൾസ് PT പീരീഡ് കളിക്കട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കട്ടെ. നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റേ റിങ്, അതുപോലെ വള്ളിച്ചാട്ടം ചാടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗേൾസിന് സാധാരണ PT പീരീഡ് കൊടുക്കാറ്. അങ്ങനെയുള്ള ഡിഫറൻഷിയേഷനൊക്കെ ഒഴിവാക്കി അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യട്ടെ, അവർ കളിക്കട്ടെ. അവിടെയൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് ജെൻഡറിൻ്റെ കാര്യത്തിലുള്ള ഇക്വാളിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ്, അവെയർനെസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൺസിഡറിങ് ബോത്ത് ജെൻഡർ. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകളൊക്കെ പലപ്പോഴും സംഘടിപ്പിക്കുമ്പോൾ ഈ ബോയ്സ് ചിലപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളിലൊക്കെ ലേസി ആയിട്ട് ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗേൾസിന് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ബോയ്സിനെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗേൾസിനെ കുറിച്ചിട്ടും അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടും, അതുപോലെ ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബോയ്സിനെ കുറിച്ചിട്ടും അവരിൽ ഓരോ ഏജിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടും ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് അവർക്ക് അതിൻ്റെ എന്തൊക്കെ ചേഞ്ചാണ് അവരിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അവരെ ആ സമയത്ത് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കെയർ ചെയ്യണം, അതൊക്കെ മനസ്സിലാക്കേണ്ടത് ബോയ്സും ഗേൾസും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകളിൽ ഒക്കെ അവരെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. നെക്സ്റ്റ്, അവെയർനെസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ബോയ്സിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഒരുപോലെ രണ്ട് ആളുകളെയും, അതായത് ഗേൾസിനെയും ബോയ്സിനെയും എല്ലാം ഒരുപോലെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിക്കുക. അവർക്ക് ബോയ്സിനൊക്കെ ആ സമയത്ത് കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷനൊക്കെ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ പല മറ്റ് വഴികളും കണ്ടെത്താറുള്ളത്. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള സെക്ഷനോ സംഘടിപ്പിച്ചിട്ട് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ അവെയർനെസ്സൊക്കെ കൊടുക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനും പരസ്പരം കെയർ ചെയ്യാനും എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുക ഇത്തരം അവെയർനെസ് ക്ലാസ്സുകളാണ്. നെക്സ്റ്റ്, സൈറ്റിംഗ് ജെൻഡർ ഫെയർ എക്സാമ്പിൾസ് ഇൻ ക്ലാസ് റൂം. നമ്മളിപ്പോൾ ക്ലാസ് റൂമിൽ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ പല എക്സാമ്പിളുകളും പറയാറുണ്ട്. അങ്ങനെ എക്സാമ്പിളുകൾ പറയുമ്പോൾ ഓരോ റോളുകൾ ഓരോർക്ക് അസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ടീച്ചർമാരുടെ അല്ലെങ്കിൽ നഴ്സുമാരുടെ ഇങ്ങനത്തെ വേഷത്തിന് ഗേൾസിനെയും, മറിച്ച് സോൾജിയർ അല്ലെങ്കിൽ ഒരു ഫയർമാൻ, അങ്ങനെ മറ്റ് വലിയ വലിയ റോളുകളൊക്കെ ബോയ്സിനെയും അസൈൻ ചെയ്യുന്നത് കാണാറുണ്ട്. എല്ലാവർക്കും എല്ലാ റോളും കൊടുക്കുക. ഇപ്പോൾ ഒരു മെയിൽ ടീച്ചർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു മെയിൽ നേഴ്സ് ആവട്ടെ, ഒരു ഫീമെയിൽ സോൾജിയർ ആവട്ടെ, അങ്ങനെ അവരുടെ കുട്ടികളുടെ ഈ സ്റ്റോറിയിൽ നിന്നൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു നേഴ്സിൻ്റെ ഇമേജ് പറയുമ്പോൾ ഒരു ഫീമെയിൽ നേഴ്സേ അല്ലെങ്കിൽ വരുള്ളൂ, എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയൊക്കെ ചെറുപ്പം തൊട്ടേ അവരുടെ ഉള്ളിൽ വരണം. എങ്കിലാണ് എല്ലാ ജോലികളെയും റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാവർക്കും എല്ലാ ജോലിയും സ്വപ്നം കാണാമെന്നും അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ അതിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരാതെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, മോറൽ സ്റ്റോറീസ് ഫോർ മ്യൂച്വൽ റെസ്പെക്റ്റ്. ടീച്ചേഴ്സ് കുട്ടികൾക്ക് മോറൽ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഇമേജുകളാണ് ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛൻ, വീട്ടിൽ കുട്ടികളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അച്ഛനെ കാത്തിരിക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന അമ്മ, അതുപോലെ മുറ്റടിച്ച് വാരുന്ന ചേച്ചി, അല്ലെങ്കിൽ വെള്ളം കോരുന്ന അമ്മ, അങ്ങനെ വീട്ടിലെ പണിയൊക്കെ എടുത്ത് ടയേർഡായിരിക്കുന്ന അമ്മേൻ്റെ ഇമേജൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ കുറേ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഒരു ബസ് ഓടിച്ച അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞ് വരുന്ന അമ്മ അങ്ങനത്തെയൊക്കെ ഇമേജുകൾ വരുന്നില്ല എന്നല്ല, എന്തുകൊണ്ട് അങ്ങനത്തെ ഇമേജുകളൊക്കെ കുറവായിട്ട് നമ്മുടെ മൈൻഡിൽ നിലനിൽക്കുന്നു. ചെറുപ്പത്തിൽ പറഞ്ഞു വരുന്ന അങ്ങനത്തെ സ്റ്റോറികൾക്കൊക്കെ ആ കുട്ടികളുടെ മൈൻഡിനെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കഥകളിൽ കൂടെ ആണെങ്കിലും രണ്ട് ജെൻഡറിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള സ്റ്റോറികൾ പറയുക,
അവർക്ക് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാനുള്ള മീനിങ്ങുകൾ വരുന്ന സ്റ്റോറികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ അവരുടെ മൈൻഡിൽ ഒരിക്കലും തോന്നാത്ത വിധത്തിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഷോയിങ് ഇൻസ്പിറേഷണൽ ഫിലിംസ് ആൻഡ് വീഡിയോസ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ഫിലിം ഷോസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ കുറേ അച്ചീവ്മെൻറ്റുകൾ നേടിയിട്ടുള്ള ആളുകളുടെ സ്റ്റോറീസ് അങ്ങനത്തെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാ ജെൻഡറിലുള്ളവരെയും ഉൾപ്പെടുത്തുക. അതായത് സൊസൈറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എല്ലാം വിത്തൗട്ട് കൺസിഡറിങ് ദെയർ ജെൻഡർ എല്ലാവരുടെയും ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ അങ്ങനത്തെ മൂവീസ് കാണിച്ചു കൊടുക്കുക. എല്ലാവരും അവരുടെ ജെൻഡറിനനുസരിച്ചിട്ടല്ല അച്ചീവ്മെൻ്റ് അല്ല, അവരുടെ കഴിവിനനുസരിച്ചിട്ടാണ് അച്ചീവ്മെൻറ്റ് നേടുന്നത് എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം വീഡിയോസിനും ഫിലിംസിനൊക്കെ കഴിയും. നെക്സ്റ്റ്, മേക്ക് ദ സ്റ്റുഡൻസ് അവെയർ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ഈ ജെൻഡർ എന്നുള്ളതുകൊണ്ട് എന്താണ് ശരിക്കും മീൻ ചെയ്യുന്നതെന്നും അതുപോലെ ഇത് ജസ്റ്റ് ഒരു നേച്ചർ കൊണ്ടുവരുന്ന ചേഞ്ചസ് മാത്രമാണെന്നും അവരുടെ കഴിവിൽ യാതൊരു വ്യത്യാസമില്ലെന്നും എല്ലാവരെയും ഒരുപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും വേണമെന്നും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് സൊസൈറ്റിയിൽ ഒരുപോലെയുള്ള അവസരങ്ങളും റെസ്പെക്റ്റും ഓപ്പർച്യൂണിറ്റീസും എല്ലാം ലഭിക്കണമെന്നും നമ്മളുടെ ജെൻഡറിനനുസരിച്ചിട്ടല്ല നമ്മൾ സ്വപ്നം കാണേണ്ടതെന്നും നമ്മളുടെ കഴിവിനനുസരിച്ചിട്ടാണെന്നും കഴിവിലാണ് കാര്യമെന്നും കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അവരുടെ സ്വപ്നങ്ങളെ അവരുടെ ജെൻഡറിൻ്റെ ബേസിലല്ല വളർത്തിയെടുക്കേണ്ടതെന്നും അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മറ്റൊന്നും തടസ്സം വരാതെ അവർ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനി യൂസ് ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ്. നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്, പെൺകുട്ടികളും ഉണ്ടായിരിക്കൂ, അല്ലെങ്കിൽ ബോയ്സ് അവിടെ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ അവനോട് ഞാൻ പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ അവളോട് നിങ്ങൾ ചോദിച്ചോന്നോ, അങ്ങനെ അവൻ, അവൾ, ബോയ്സ്, ഗേൾസ് അങ്ങനെയുള്ള വേർഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ മൈ സ്റ്റുഡൻസ് എന്നോ അങ്ങനെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യാൻ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ മാത്രമല്ല, പലപ്പോഴും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നോ എന്തിന് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്തിനെല്ലാ വാക്കുകളിലും കൂടി ഡിഫറൻഷിയേഷൻ കൊണ്ടുവരണം? അത് തീരെ പാടില്ല എന്നല്ല, എന്തിനത് ആവശ്യമില്ലല്ലോ. അങ്ങനൊരു ഡിഫറൻഷിയേഷൻ്റെ ആവശ്യം വേർഡ്സിൽ കൂടി വേണ്ട. എല്ലായിടത്തും ഒരുപോലെ എല്ലാവരെയും കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ്, അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് ചിൽഡ്രൻ. ഈ ബോയ്സും ഗേൾസും ഒക്കെ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ബോയ്സ് ഓൾറെഡി അങ്ങനെയാണ്, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗേൾസ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചീത്ത പറയുക, അങ്ങനത്തെയൊക്കെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവരെ ചീത്ത പറയുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒന്നും ഈ ജെൻഡർ എന്നുള്ള ബേസ് ഒരിക്കലും കൊണ്ടുവരരുത്. അതുപോലെ ഇപ്പോൾ ബോയ്സിനോ ഗേൾസിനോ ഒക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ടീച്ചേഴ്സ് അവരെ ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ബോയ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കരയുമ്പോൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല പലപ്പോഴും പല ടീച്ചേഴ്സും കേട്ടോ. പക്ഷേ ഗേൾസ് അങ്ങനെ കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് ആക്കി കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ അവരെ ആശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ബോയ്സിന് അതിൻ്റെ ഒരു ആവശ്യമില്ല, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലരും ചിന്തിക്കാറുള്ളത്. അങ്ങനെയല്ല, കുട്ടികളെല്ലാം ഒരുപോലെ കാണുക, അവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഒരുപോലെ ടീച്ചേഴ്സ് ഇൻവോൾവ് ചെയ്യുക. നെക്സ്റ്റ്, സെൽഫ് റെഗുലേറ്റ് യുവർ ഓൺ ഇൻട്രാക്ഷൻ വിത്ത് ദ ചിൽഡ്രൻ. നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. അതായത് ടീച്ചേഴ്സ് ഇപ്പോൾ കൂടുതൽ ഗേൾസിനോട് സംസാരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഗേൾസിനോടും ബോയ്സിനോടും അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക,
അതുപോലെ അവർക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അതൊക്കെ കേൾക്കുക. അവിടെ ഒന്നും ജെൻഡർ എന്നുള്ളൊരു ബേസ് ഒരിക്കലും ഒരു ടീച്ചർ കൊണ്ടുവരാൻ പാടില്ല. നെക്സ്റ്റ്, when reading books, where typically the tiger or bear is him and the butterfly or bird is she. നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, സിംഹത്തിൻ്റെ കഥ പറയുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ കടുവേൻ്റെ കഥ പറയുമ്പോൾ അവൻ എന്നുള്ള വേർഡ് പലപ്പോഴും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ അതായത് പവർ ഉള്ളതൊക്കെ അവൻ. അതുപോലെ ബ്യൂട്ടി, ആ ബ്യൂട്ടിയുടെ സിമ്പിളായിട്ട് പലപ്പോഴും ഗേൾസ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്തുകൊണ്ട് ശക്തിയുള്ള ഒരു പെൺസിംഹമായിക്കൂടാ? അതായത് കഥകളിലും കൂടി അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ഇമേജിലും കൂടി നമ്മൾ ജെൻഡർ പലപ്പോഴും സ്റ്റോറികളിൽ കൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അവിടെ ഒന്നും ഇങ്ങനൊരു ജെൻഡർ ഡിഫറൻഷിയേഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. നെക്സ്റ്റ്, കുട്ടികൾ പലപ്പോഴും വീട്ടുകളിൽ നിന്ന് ഇങ്ങനെ കുറേ ജെൻഡറിനെ കുറിച്ചുള്ള പല മിസ്കോൺസെപ്റ്റ്സും വെച്ചിട്ടായിരിക്കും വരിക. അതായത് അവിടെ വയസ്സായിട്ടുള്ള ആളുകൾ പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ഒരു മുന്നറിവ് വെച്ചിട്ടായിരിക്കാം സ്കൂളിലേക്ക് വരുന്നുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങൾ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി കളിക്കുമ്പോൾ ഒരു ആൺകുട്ടി കളിയാക്കാമെന്ന് വിചാരിക്കുക, നീ എന്തിനാണ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വരുന്നത്, നീ ഒരു പെണ്ണല്ലേ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ കുട്ടീനെ തിരുത്തേണ്ടത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ആ പ്രായത്തിൽ തിരുത്തൽ വന്നാൽ മാത്രമാണ് ആ കുട്ടിയുടെ മൈൻഡ് വലുപ്പത്തിലും അങ്ങനെ മാറി വരുള്ളൂ. അവിടെയാണ് ടീച്ചർ ശരിക്കും പഠിപ്പിക്കേണ്ടത്. സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ആ കുട്ടികളിൽ വരുന്ന ആ കുട്ടികളുടെ മൈൻഡിൽ വരുന്ന മാറ്റങ്ങളിലാണ്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങളിലാണ് ടീച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയേണ്ടത്. നെക്സ്റ്റ്, ആസ്ക് ചിൽഡ്രൻ ടു ഡ്രോ ദെയർ ഐഡിയാസ് ഓഫ് ഫയർ ഫൈറ്റർ, പോലീസ് ഓഫീസർ ആൻഡ് നേഴ്സ്. കുട്ടികളെ കൊണ്ട് ചിത്രങ്ങളൊക്കെ വരപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നേഴ്സിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ മിക്കവാറും കുട്ടികൾ വരയ്ക്കുക ഒരു ഫീമെയിൽ നേഴ്സിനായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കുക, എന്തുകൊണ്ട് ഫീമെയിൽ നേഴ്സ്, എന്തുകൊണ്ട് മെയിൽ നേഴ്സ് ആയിക്കൂടാ? അപ്പോഴൊക്കെയാണ് അവർ ചിന്തിക്കുക. ഇങ്ങനത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവരുടെ മൈൻഡിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടുതൽ കഴിയുക. എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാ ജോലികളും എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ടീച്ചേഴ്സിന് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഫാമിലിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് കുട്ടിയെന്ന് വിചാരിക്കുക, ഒരു ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൽ അവർ പെൺകുട്ടികളും ആൺകുട്ടികളും ഡിഫറെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലുണ്ട്. ആ കുട്ടി എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ ടീച്ചറോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ പാരൻറ്റിനെ ടീച്ചേഴ്സ് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരൻസിനെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ടീച്ചർ ശ്രദ്ധിക്കുക. അതായത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത്. ആ കുട്ടികളുടെ ജെൻഡർ എന്നുള്ള ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാൻ ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളിലൊക്കെ ടീച്ചർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. ജെൻഡർ എന്നുള്ളൊരു ഡിഫറൻഷിയേഷൻ വെക്കാതെ അവരുടെ ഇഷ്ടത്തിന് അവരെ സ്വപ്നം കാണാനും അവരുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അവരെ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ടീച്ചർ ശ്രമിക്കണം. ടീച്ചർ സപ്പോർട്ട് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ടീച്ചേഴ്സിനാണ് ഈ ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഒരിക്കലും ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ജനറേഷനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളുടെ മക്കളിൽ, അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഒക്കെ കൊണ്ടുവരുന്ന മാറ്റത്തിൽ കൂടെയാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ജെൻഡർ ഇനീക്വാളിറ്റി എന്നുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക. അതായത് ഈ കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്നാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, പല കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയുക ടീച്ചേഴ്സിനാണ്. ആ കാര്യത്തിൽ ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുകയും അവരുടെ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഉപയോഗിച്ച് ഈ നമ്മുടെ
സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ ഇനീക്വാളിറ്റീനെ തുടച്ചു നീക്കാൻ ആ ടീച്ചർക്ക് കഴിയും വിധം ശ്രദ്ധിക്കുകയും ചെയ്യണം. അങ്ങനെ എല്ലാവരും തുല്യരായി കാണുന്ന, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളും ഒരുപോലെ അവകാശങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഒരു ടീച്ചറായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ടും പറയാനുള്ള കാര്യം. ഭാവിയിൽ ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് പഠിച്ച് വിടുക എന്നതിലുപരി ഇത്തരം അവസരങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.